in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഓഗസ്റ്റ് മാസം 26 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കടലിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. പരാജയപ്പെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറരുത്, വീണ്ടും സ്റ്റെപ്പ് വയ്ക്കുക, ഒരത്ഭുതം നിശ്ചയം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം അതിൻ്റെ 5 വാക്യം. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായെ, വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയേണ്ടതാ, നമ്മൾ പലതും പ്രാർത്ഥിച്ചു, ജീവിതത്തിനകത്തൊന്നും കാണാതെ, ഇപ്പോൾ പഴയതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയാതെ പിന്മാറ്റത്തിൽ പോയി ഒത്തിരി പേരെ നമുക്ക് നോക്കിയാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന പലരും അങ്ങനെ ആയിരിക്കാം. ഇനി പ്രാർത്ഥിക്കാൻ വയ്യ, ഇനി ആ വിഷയത്തിനകത്ത് മുമ്പോട്ട് പോകാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് മടുത്തു പോയവരും കൂടെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകാം. നമുക്ക് ചുറ്റിലും പലരും അങ്ങനെ ഉണ്ടാകാം. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ വേദഭാഗം എന്നെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിപ്പിച്ചു. ഇതാ സക്കായിയുടെ കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. സക്കായിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. സക്കായി ചുങ്കം ഭരിക്കുന്നതും അതേപോലെ ചുങ്കക്കാരിലൊരു പ്രമാണിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം പ്രവർത്തിച്ച വിധങ്ങളാണ് ഇന്ന് നമ്മൾ ഈ പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ, നമുക്ക് ആ ആഴം എല്ലാവർക്കും അറിയാവുന്നതാണ്. സക്കായി യേശു എങ്ങനെയുള്ളവനെന്ന് കാണാനായി ഇതാ വലിയ പുരുഷാരത്തിൻ്റെ നടുവിൽ വന്നു നിൽക്കുകയാണ്. ആ വേദഭാഗം നിങ്ങൾക്കൊന്ന് വായിച്ചാൽ അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാകും. ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു, വളർച്ചയിൽ കുറിയവൻ ആകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. വാസമായിട്ടും ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ ഇന്നലകളിൽ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിപ്പോയി ഒത്തിരി പേരെന്നെ കേൾക്കുന്നുണ്ട്. പക്ഷേ സക്കായി നിങ്ങളെന്ന് ശ്രദ്ധിച്ചു നോക്കി, അവൻ്റെ ജീവിതത്തിനകത്ത് അവൻ നീളത്തിൽ കുറിയവനായതുകൊണ്ട് അവൻ ഒത്തിരി എതിരുകൾ കണ്ടിട്ടുണ്ടാകാം. ഇപ്പോൾ അവൻ്റെ ആഗ്രഹം യേശു എങ്ങനെയുള്ളവനെന്ന് കാണാനാണ്. പക്ഷെ അവിടെ വന്നപ്പോഴും ഇതാ ഒരു വലിയ എതിരവൻ കാണുകയാണ്. എന്നാൽ ഈ പ്രഭാതത്തിൽ ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ പിന്മാറുന്ന സ്വഭാവങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിനകത്ത് പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവസ്ഥകളെ മാറ്റിയിട്ട് വീണ്ടും ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ, വീണ്ടും ഒന്നുകൂടെ ഉപവസിക്കാൻ, വീണ്ടും ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളും തയ്യാറാകണമെന്നുള്ളതാണ് ഈ വചന സന്ദേശം ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സക്കായിക്ക് കാണാൻ കഴിഞ്ഞില്ല. വാസമായിട്ടൊരു നിരാശയുടെ അനുഭവമാണ്. എത്ര നേരം അവിടെ വന്നു നിന്നൊന്നും അറിയത്തില്ല, ഏതെല്ലാം നിലയിൽ ശ്രമിച്ചെന്നറിയത്തില്ല. പക്ഷേ അവനത് കഴിഞ്ഞില്ല. പക്ഷേ അടുത്ത വാക്യം, 4 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവൻ മുന്നോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിൽ കയറി. യേശു ആ വഴി വരികയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവൻ അവിടെ നിന്നില്ല, തീർന്നെന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിപ്പോയില്ല. അവൻ മുൻപോട്ട് ഓടി യേശുവിനെ കാണേണ്ടതിന് വേണ്ടി അവൻ്റെ ഒരു കാട്ടത്തിന്മേൽ കയറി. ഈ സന്ദേശമാണ് എനിക്ക് നിങ്ങൾക്കും ആവശ്യമായത്. ഈ പ്രഭാതത്തിലൊന്ന് തീരുമാനമെടുത്തേ. ഇന്നലകൾ പ്രാർത്ഥിച്ച് ഒന്നും നടന്നില്ല, ജീവിതത്തിനകത്ത് ഈ വർഷം മുഴുവൻ നോക്കിയിട്ട് ഒന്നും നടന്നില്ല, ഇങ്ങനെയൊക്കെ അനേകർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകും. ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഒന്നും നടന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ടാകാം.
ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയാണ്, നിങ്ങൾ തീരുമാനത്തോടെ ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കാൻ പറ്റുമെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന കാണാൻ പറ്റും. ഞാൻ ഇതിനകത്ത് നിന്നുകൊണ്ട് എന്നോട് ദൈവം ഇടപെട്ട നമ്മുടെ കുറിവാക്യമാണ്. യേശു ആ കാട്ടത്തിൻ്റെ മുമ്പിൽ വന്ന് മേലോട്ട് നോക്കിയിട്ട് സക്കായെ വേഗത്തിൽ ഇറങ്ങി വാ എന്നുള്ളതാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചത്. എന്നോട് ദൈവം ഇടപെട്ടത് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. സക്കായിയുടെ ജീവിതത്തിനകത്ത് സക്കായി ആ പുരുഷാരത്തിൻ്റെ നടുവിൽ യേശുവിനെ കണ്ടായിരുന്നെങ്കിൽ ആ കണ്ടിട്ട് അതേ നിലയിൽ അവൻ മടങ്ങിപ്പോയേനെ. പക്ഷേ അവൻ്റെ ജീവിതത്തിനകത്ത് ആ അനുഭവം അനുവദിച്ചത് ദൈവമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒന്നാമത് ശ്രമിച്ചു, ഒന്നും നടന്നില്ല. രണ്ടാമത് ആ കാട്ടത്തിയുടെ അടുക്കൽ വരുമ്പോൾ സക്കായി അല്ല യേശുവിനെ ആദ്യം കാണുന്നത്. ആ കാട്ടത്തിയുടെ താഴെ വന്ന് യേശു മേലോട്ട് നോക്കിയിട്ട് പറയാണ്, സക്കായെ വായിറങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയാം, സക്കായിയുടെ ജീവിതത്തിൽ ആദ്യത്തെ ശ്രമത്തെ പരാജയപ്പെടുത്തിയതിന് കാരണം ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പരാജയങ്ങളെ ജയമാക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് സക്കായിയുടെ കൂടെ ആ വീട്ടിൽ യേശു പാർക്കാൻ പോവുകയാണ്. ആദ്യ സമയത്ത് തന്നെ സക്കായി കണ്ടായിരുന്നെങ്കിൽ ആ കണ്ട വഴിയെ സക്കായി തിരിച്ചു പോയേനെ. പക്ഷേ അവൻ്റെ ജീവിതത്തിനകത്ത് രണ്ടാമതൊരു അവസരം ദൈവം കൊടുക്കുകയും ആ അവസരത്തിലൂടെ അനേകർക്ക് സക്കായി ഒരു അനുഗ്രഹമായി തീരാൻ പോവുകയാണ്. യേശു അവൻ്റെ ഭവനത്തിൽ കയറിയതോടെ ആ ഭവനത്തിൻ്റെ സ്ഥിതി മാറാൻ പോവുകയാണ്. ലോകം അവനെ നോക്കി പാപി എന്ന് വിളിച്ച വിളിപ്പേര് മാറാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നമ്മുടെ പല പ്രാർത്ഥനകളും നടക്കാഞ്ഞതും നമ്മൾ ആഗ്രഹിച്ചത് പലതും നടക്കാഞ്ഞതിൻ്റെ പിന്നിൽ എൻ്റെ ദൈവത്തിന് ഭയങ്കരമായ ഉദ്ദേശമുണ്ട്. നിങ്ങൾ പിന്മാറരുത്, നിങ്ങൾ തോറ്റു മടുക്കരുത്. നിങ്ങൾ ഒരു സ്റ്റെപ്പും കൂടെ വയ്ക്കാൻ പറ്റുമെങ്കിൽ ദൈവം നിൻ്റെ കൂടെ വരാൻ പോവുകയാണ്, നിൻ്റെ ഭവനത്തിൽ വരാൻ പോവുകയാണ്. ഈ പ്രഭാതത്തിൽ ഞാൻ ചിലരെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, പരാജയത്തിനകത്ത് പിന്മാറരുത്, വീണ്ടും മുൻപോട്ടോടുക. നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആ കുറിവാക്യമായി വായിച്ച 5-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവും ഒന്നുകൂടെ വായിക്കാൻ പോവുകയാണ്. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് തീരുമാനത്തോടെ ഈ 2 വാക്യങ്ങൾ കേൾക്കുമ്പോൾ കാണാൻ വന്നവനാ ഇപ്പം യേശുവായിട്ട് കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. ജീവിതം വഴിതിരിയുന്ന ഒരനുഭവം നിങ്ങൾ ശ്രദ്ധിച്ചേ. പിന്മാറാതെ ഒന്നുകൊണ്ട് സ്റ്റെപ്പ് വെച്ചാൽ ആ പട്ടണത്തിനകത്ത് നീ മാനിക്കപ്പെടാൻ പോവുകയാണ്, ആ ഭവനത്തിനകത്ത് നീ മാനിക്കപ്പെടാൻ പോവുകയാണ്. നിന്റെ ദൈവം എന്ന് പറയാൻ തക്കവണ്ണം യേശു നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നാളുകളായി ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെന്നെ കേൾക്കുന്നുണ്ട്, പിന്മാറരുത്. നാളുകളായിട്ട് എക്സാം എഴുതിയിട്ട് കിട്ടാതെ നിൽക്കുന്ന ഒത്തിരി പേരെന്നെ കേൾക്കുന്നുണ്ട്, പിന്മാറരുത്. ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കരയുകയും ഭാരപ്പെടുകയും ചെയ്യുന്നവരെന്നെ കേൾക്കുന്നുണ്ട്, പിന്മാറരുത്. മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറാകുക. കാരണം നമ്മുടെ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്കാണ് നീ ഓടിക്കയറാൻ പോകുന്നത്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ വിശ്വസിക്കുന്നത് സക്കായെ നീ ആ കാട്ടത്തിൽ കയറിയ ആ കാട്ടത്തിൻ്റെ മേളിൽ നിന്ന് വിളിച്ചിറക്കി നിൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾ പരാജയമാകത്തില്ല. നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഇതാ വലിയൊരു അത്ഭുതത്തെ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കണം. ജീവിതത്തിനകത്ത് ഒത്തിരി നാളുകളായി പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലെന്ന് പറഞ്ഞവർ വീണ്ടും എഴുന്നേൽക്കുക. ഈ ദിവസങ്ങൾ എഴുന്നേൽപ്പിൻ്റെ ദിവസങ്ങളാണ്. ദൈവം ഏലിയാവിൻ്റെ ദൈവമാണ്. ഏലിയാവ് വീണ്ടും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ച് ബാല്യക്കാരോട് പറഞ്ഞു, മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ബാല്യക്കാരൻ പറഞ്ഞു, ഞാൻ ഒന്നും കാണുന്നില്ല. പക്ഷേ പ്രാർത്ഥന മനുഷ്യനറിയാം, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. വീണ്ടും 7 പ്രാവശ്യം ഇതാ ബാല്യക്കാരൻ ചെന്ന് നോക്കും. 7-ാമത്തെ പ്രാവശ്യം കൈ പോലൊരു മേഘം പൊങ്ങി വരികയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ജയത്തിൻ്റെ സൈനുകൾ തുറക്കാൻ പോവുകയാണ്. കർത്താവ് നിന്റെ അതിരുകളെ വിശാലമാക്കാൻ പോകുന്നു. വിശ്വസിക്കാമെങ്കിൽ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇടപെടുകയാണ്. ജീവിതത്തിനകത്ത് പല തോൽവികൾ കണ്ട, ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ലെന്ന് പറഞ്ഞ അനേകർക്ക് വേണ്ടി വീണ്ടും ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ, വീണ്ടും മുമ്പോട്ടോടാൻ കർത്താവ് ഇന്ന് പകൽ സംസാരിക്കുകയാണ്. കർത്താവെ, ഇവരുടെ ജീവിതത്തിനകത്തൊരു ജയം വെളിപ്പെടുത്തണമേ. ആ പട്ടണത്തിനകത്ത്, ആ ഭവനത്തിനകത്ത് ഇവരുടെ തല ഉയർത്തണമേ, മാനിക്കണമേ അപ്പ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. ഈ പ്രഭാത മെസ്സേജ് നിങ്ങളോട് ഇടപെട്ടെങ്കിൽ, നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന് കൂടി ഇത് അയച്ചു കൊടുക്കണം.
എൻ്റെ ജീവിതത്തിനകത്ത് ഇത് അനുഗ്രഹമായി. ഒരു വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കുകയോ ചെയ്യണം. അവരുടെ ജീവിതത്തിനകത്ത് ഇത് അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് നമുക്ക് 6 മണിക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.